Reena Jobi. Welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ വീടുകളിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ പൊങ്ങാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഈസ്റ്റ് ചേർക്കും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കും. അങ്ങനെയാണ് നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കി കിട്ടാം. പക്ഷേ ഇന്ന് ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ഈസ്റ്റും ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം ഉള്ള സാധനങ്ങളുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് പൊങ്ങണ അപ്പം റെഡിയാക്കി എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും റെസിപ്പി കാണാം, വീഡിയോ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ. അപ്പോൾ ഈസ്റ്റ് ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റ് അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇത് ആകെ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഞാനപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 1 കപ്പ് പച്ചരിയും 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ഞാൻ ഒരു 6 മണിക്കൂർ കുതിർത്തി വെച്ചതാണിത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, പിന്നെ 1/2 കപ്പ് വേവിച്ച ചോറ്. നമ്മുടെ തലേദിവസത്തെ ചോറൊക്കെ കഴുകിയിട്ട് ഒരു 1/2 കപ്പ് എടുത്ത് വയ്ക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഒട്ടും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് 250 ml മെഷറിംഗ് കപ്സിലാണ്. ഇനിയിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1 കപ്പ് പച്ചരിയും 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും എടുത്ത് വയ്ക്കാം. പിന്നെ അര ഗ്ലാസ് തേങ്ങ, പിന്നെ 1/2 ഗ്ലാസ് ചോറ്. ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ എടുത്തിട്ട് അരച്ച് വയ്ക്കുക. അതിന് നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെക്കണം. എന്നിട്ട് മിനിമം ഒരു 8 hours എടുത്ത് വെക്കണം. ഇപ്പം ഞാനത് നൈറ്റിൽ അരച്ച് വെച്ചിട്ട് രാവിലത്തേക്ക് അപ്പത്തിന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവർനൈറ്റ് ഇരുന്ന് രാവിലെ നല്ല ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കാം. ഞാനൊരു 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാൻ പോവാം. അപ്പോൾ അരിയും തേങ്ങയും ഉഴുന്നും എല്ലാം കൂടെ അരച്ച് ഞാൻ അപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട്. ബാറ്റർ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അധികം തിക്കായി പോകരുത്, കാരണം ഇത് പൊങ്ങി വരുമ്പോൾ നന്നായിട്ട് തിക്കാവും. അപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ച് ലൂസ് ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 8 hours നിങ്ങൾ എടുത്ത് വെക്കണം. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. നാളെ രാവിലത്തേക്ക് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രി ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു 8 hours എടുത്ത് വെച്ചാലാണ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പം ഇനി ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് ബാറ്റർ മൂടി വെക്കാം. ഇനി ഞാനിത് ഓവർനൈറ്റ് എടുത്ത് വെക്കാൻ പോവാണ്. അപ്പം നമുക്കിനി നാളെ രാവിലെ നോക്കാം. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് അടപ്പ് തുറന്നു നോക്കാൻ പോവാണ്. ഇത് അടപ്പിന്റെ മീതിയൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ നമ്മൾ എടുത്ത് വെച്ചതിനൊക്കെ നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ എടുത്ത് വെച്ച്, പക്ഷെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാറ്റർ ദോശക്കലയിൽ വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കാൻ നല്ല കറക്റ്റാണ്. നമ്മൾ ദോശക്കലയിൽ ഒഴിച്ചിട്ട് തവി കൊണ്ട് തന്നെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. പക്ഷെ നമ്മൾ അപ്പച്ചട്ടിയിൽ, പാലപ്പൊക്കെ ചുടുന്ന അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കാനാണെങ്കിൽ ഇത് കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ചുറ്റാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ 2 രീതിയിലും ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇപ്പോൾ ദോശക്കല്ലുമ്മ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചുട്ടെടുക്കണേന്ന് നോക്കാം. അപ്പോൾ ദോശക്കല്ലിൽ അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശയുടെ കല്ല് അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്ത് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒന്നും തൂത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മാവ് ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം എന്തേ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ വലുപ്പത്തിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ദോശ പോലെ ഇങ്ങനെ പരത്തി പോവരുത്.
ജസ്റ്റ് ഒന്ന് വരത്തി കൊടുക്കാനേ പാടുള്ളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ ഹോൾസ് വരുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഒരു മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും. തീ മീഡിയം ഫ്ലെയിമിൽ ഇടുക. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റിയിട്ട് അപ്പം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇഷ്ടം പോലെ ഹോൾസ് ഉണ്ട് അപ്പത്തിൽ. നല്ല അടിപൊളിയായിട്ട് അപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും തന്നെ ദേ നന്നായിട്ട് അപ്പം വിട്ട് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എന്തെങ്കിലും സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റാണ്. ഇഷ്ടംപോലെ ഹോൾസ് കാണാൻ പറ്റും. സാധാരണ അപ്പത്തിൽ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ഇതാണ്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പം ഞാൻ ഒരെണ്ണം കൂടി ചുട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അതുമെന്ന് വിട്ടുപോരും. ഒരു ഒട്ടിപ്പിടിത്തം ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് അപ്പായിട്ടുണ്ട്. അപ്പം അതേ ഒരെണ്ണം കൂടി ഞാൻ എടുത്ത് വേറെ പ്ലേറ്റിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് അപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെന്താ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അപ്പച്ചട്ടിയിൽ വെച്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് കേട്ടോ. അപ്പം നമുക്കിനി അപ്പച്ചട്ടിയിൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ദോശക്കല്ലിൽ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ നമുക്കിത് പാലപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ നല്ല ലൂസായിട്ട് എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാലോ പാലപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞാൽ കുറച്ച് ലൂസ് ബാറ്റർ തന്നെയായിരിക്കും. അതേപോലെ ഞാൻ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം എന്തേ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ബാറ്റർ ലൂസാക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവുമല്ലോ. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെയാണ് പാലപ്പത്തിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കണേന്ന് കാണിച്ചു തരാം. അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 തവി മാവാണ് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഞാനിതൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ചുറ്റിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ഹോൾസ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ അപ്പം ചുടുമ്പോൾ വരുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ ഹോൾസിൻ്റെ അത് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് തുറന്നു നോക്കാം. സൈഡൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഹോൾസ് ഉണ്ട്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് അപ്പാണ്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ട് ഈസ്റ്റും ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇത് ഒരെണ്ണം കൂടി റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. അതെ അടുത്തതും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.